ഇതാ പുതിയ ബോഡി. ഇത് നേരെ പോയി കയറ്റിയാൽ മതി. ഈ അടിയത്തെ ഫ്രെയിമും വൈറ്റ് ഫ്രെയിമും അല്ല, ഫൈബറിന്റെ ഫ്രെയിം ഉള്ളിൽ അയച്ചതിലേക്ക് കയറ്റണം. ഈ 2 സ്ക്രൂ വരിക, അതുപോലെ 2 സ്ക്രൂ ഈ ഫ്രണ്ടത്തെ ബോഡി പോയി പോരും. അത് ഊരി പോകുന്ന ലാസ്റ്റ് പിന്നെ ഈ സാധനം തുളച്ചു കൊടുക്കണം. ഇതൊന്നും അതിനുണ്ടാവില്ല അടിയിൽ. അപ്പം അത് വേറെ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് കട്ട് ചെയ്ത് തുളച്ചു കൊടുക്കുക. എന്നിട്ട് അടിയത്തെ ഫ്രെയിം അതുപോലെ സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. ഇത് പിന്നെ ഊരണി ഇങ്ങനെ പൊന്തിച്ചു കൊടുത്താലും ഊരിപ്പോയിക്കോ. പൊന്തിച്ചിട്ട് അത് പൊന്തിച്ചാൽ ആ ചാലിൽ ഇറക്കി കൊടുത്താൽ മതി. ഇത് ഫുള്ള് അയക്കുക. ഇങ്ങനെ വെക്കിയാൽ ഊരിപ്പോകുന്നുണ്ട് പ്രസത്തിൽ. അതുപോലെ ഇവിടെ കപ്പാസിറ്റർ പൊന്തിച്ചാൽ ഇത് ഇങ്ങനെ ചുറ്റി കൊടുത്ത കമ്പികളുണ്ട്, വെച്ചിട്ട് ഇത് പിന്നെ ക്ലിപ്പുള്ള ടൈപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ചില മോഡലും ക്ലിപ്പ് ഉണ്ടാവില്ല, ഫുള്ള് വയറായിട്ട് വരിക. അത് ക്ലിപ്പ് ഊരി കൊടുത്താൽ മതി. അതുകൊണ്ട് പിന്നെ വയർ സെപ്പറേറ്റ് ആയിക്കോളും. മറ്റേ ഇതടിച്ചിട്ട് മോട്ടറിൻ്റെ ഒന്ന് വയർ ക്ലിപ്പ് ഊരിടുക, അല്ലെങ്കിൽ വയർ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പിന്നെ ഇങ്ങനെ വരുന്നതുകൊണ്ട് പിന്നെ വലിയ ചോറല്ല. പിന്നെ അതേപോലെ ഈ ട്രെയിനിൻ്റെ സാധനം പോകില്ല. ശേഷം ഇതോട് ഊരിക്കൊണ്ടുപോകും. ഇപ്പോൾ ഡ്രമ്മ് ഫുള്ള് ഫ്രീ ആയി. 4 കാല് ഊരി, സസ്പെൻഷൻ്റെ കാല് ഊരിയിൽ ഇത് നമ്മൾ സെപ്പറേറ്റ് ആക്കാം. ഇത് യൂണിവേഴ്സൽ ടൈപ്പ് വരുന്ന ടൈപ്പാണ്. പക്ഷേ ഇതിൻ്റെ സ്ക്രൂ മാറ്റത് സാധാ സ്ക്രൂ പോകില്ല, കമ്പനി സ്ക്രൂ പോകില്ല. അപ്പോൾ വേറെ അങ്ങനത്തെ ഞെട്ടും ബോൾട്ട് ഉണ്ടാവും, സെൽഫ് സ്ക്രൂ സാധനം. അത് വാങ്ങിയിട്ട് കൊടുത്താൽ മതി. ഇതിൽ തുളച്ചിട്ട് വാങ്ങിയിട്ട് സെറ്റാക്കി കൊടുത്താൽ മതി. ഇത് 2 സൈഡ് പോലെ സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. ടൈറ്റ് വശത്തിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ശേഷം പിന്നെ അത് അളവ് നോക്കി ഫിറ്റ് ചെയ്യുക. അടിയിൽ അതുപോലെ തന്നെ ഉണ്ടാവും. ഇതേപോലെ സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. നെട്ടും ബോൾട്ടും ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, നല്ല ടൈറ്റ് ചെയ്യുക. ഇതുള്ള വെച്ച് തുളച്ചിട്ട് നെട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്യുക. അതുപോലെ 4 സൈഡ് വെക്കുക.